ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2022 ഒരു കൊറിയൻ ഡ്രാമ ക്രൈം ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഡെലിവറൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഇതിന്റെ വൺ ലൈൻ ഞാൻ പറയുന്നില്ല. പിന്നെ ഒരു കാര്യം, അത് കേട്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു മൂവി കാണണോ വേണ്ടത് നിങ്ങൾ തീരുമാനിക്കുക. വേറെ ഒന്നുമല്ല, ഈ ഒരു മൂവി ഒരു ഡ്രാമ ക്രൈം ത്രില്ലർ മൂവിയാണ്. മറ്റുള്ള മൂവികളെ പോലെ ഭയങ്കരമായിട്ടുള്ള ആക്ഷനോ നമ്മുടെ ത്രില്ലടിപ്പിക്കുന്ന മൊമെന്റുകൾ ഇങ്ങനെയൊന്നും അധികം ഉണ്ടാവത്തില്ല. വളരെ സ്ലോ ആയിട്ട് സ്റ്റോറി പറഞ്ഞിട്ടായിരിക്കും ഒരു മൂവി പോകുന്നത്. പക്ഷേ ഈ ഒരു മൂവിയുടെ ക്ലൈമാക്സ് നിങ്ങൾക്ക് എന്താണെന്ന് ഗസ് ചെയ്യാൻ പോലും കഴിയത്തില്ല. അതെന്തായാലും ഞാൻ ഉറപ്പ് പറയാണ്. അതുകൊണ്ട് ഇതുപോലെയുള്ള ക്രൈം ഡ്രാമ മൂവീസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാം. ഒരിക്കലും ക്ലൈമാക്സിൽ നിങ്ങളെ നിരാശപ്പെടുത്തത്തില്ല. ഓക്കെ, കുറച്ച് സ്ലോ ആയിട്ട് പോയാലും കുഴപ്പമില്ല. എന്നാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു മൂവി കാണാം. അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിലെ ഈ ഓർമ്മകളെ പറ്റിയും അതേപോലെ തന്നെ നമ്മുടെ മാനസികാവസ്ഥ ഉണ്ടല്ലോ, പഴയ കാര്യങ്ങൾ മറന്നു പോകുന്നവരുടെ അവസ്ഥ, ഇതിനെപ്പറ്റിയെല്ലാം ഒരാൾ സ്റ്റേജിൽ നിന്ന് അങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇവന്റെ പേരാണ് ജോസഫ്. അതേസമയം തന്നെ കാണിക്കുമ്പോൾ ഒരു ചെറിയ പെൺകുട്ടി, അതേപോലെ തന്നെ 2 സഹോദരങ്ങള്, വയ്യാത്തൊരമ്മ, ഇങ്ങനെ ഈ ഒരു രീതിയിൽ ജീവിക്കുന്ന ഒരു കുടുംബം. ആ ഒരു സഹോദരങ്ങളോടൊപ്പം തന്നെ അവരുടെ ഒരു സുഹൃത്തുമുണ്ട്. അവരുടെ അമ്മയ്ക്ക് ഒട്ടും വയ്യ, അതേപോലെ തന്നെ കയ്യിൽ പണമില്ല. ആ സഹോദരങ്ങൾക്ക് തന്റെ കുഞ്ഞനുജത്തിയെ കൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്നുള്ള അറിയത്തില്ല. അങ്ങനെ ആ ഒരു കാര്യം കാണിച്ചിട്ട് അടുത്തത് വീണ്ടും കാണിക്കുമ്പോൾ ജോസഫ് എന്ന് പറഞ്ഞ ആ ഒരാള് സ്റ്റേജിൽ നിന്ന് ആ ഒരു പ്രോഗ്രാം എല്ലാം അത് കഴിഞ്ഞിട്ട് അയാൾ നേരെ വീട്ടിലേക്ക് ചെല്ലുന്നു. കാണിക്കുമ്പോഴത്തേക്കും അയാളുടെ വീട്ടിൽ എന്തോ ഒരു പാർട്ടി നടക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഇപ്പൊ സ്റ്റാർട്ടിംഗ് സീനിൽ കാണിച്ചല്ലോ, വയ്യാത്തൊരമ്മയും ആ ഒരു 3 സഹോദരങ്ങളും. അതിൽ ആ ഒരു 3 സഹോദരങ്ങളാണ് ഇവര്. അതിലൊരാളുടെ പേര് ജോസഫ്. ജോസഫ് ഒരു ഹിപ്നോട്ടിസ്റ്റ് ആണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ സഹോദരൻ വില്യം, അവൻ ഈ ഒരു ബിസിനസ്സും മറ്റു കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചെയ്യുന്നു. അവരുടെ രണ്ടുപേരുടെ സഹോദരി, അവളുടെ പേര് നിക്കോൾ. അപ്പോൾ നിക്കോൾ എന്ന് പറഞ്ഞ ആ ഒരു പേര് മാറ്റിയിട്ട് നമുക്ക് എന്തായാലും സാറ തന്നെ വിളിക്കാം. അപ്പോൾ സാറയാണ് ഈ ഒരു മൂവിയിലെ ഹീറോയിൻ. അത് കഴിഞ്ഞ് ഇവർക്കൊരു സുഹൃത്താണെന്ന് പറഞ്ഞല്ലോ, അവന്റെ പേര് ആരോൺ. അവനൊരു പോലീസുകാരനാണ്. അതേപോലെ തന്നെ ജോസഫിന്റെ മകളും ഈ ഒരു വീട്ടിലുണ്ട്, കൂടാതെ സാറയുടെ ഭർത്താവും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ സാറയും അവളുടെ ഭർത്താവും ഇത്രയും നാൾ അമേരിക്കയിലായിരുന്നു. അവര് തിരിച്ചു വന്നതിന്റെ ആഘോഷമാണ് ഇപ്പൊ ഈ ഒരു വീട്ടിൽ നടക്കുന്നത്. അതേസമയം തന്നെ നമ്മുടെ ജോസഫിന്റെ മകള് പെട്ടെന്ന് അവിടെ നിന്നിട്ട് ആരോടോ ഇങ്ങനെ ഫോണിൽ സംസാരിക്കുകയാണ്. അവളുടെ കാമുകനാണെന്ന് തോന്നുന്നു. അപ്പോൾ അവള് പറയും, ശരി ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞിട്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ വില്യം പുറകെ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഏയ് നിന്റെ കാമുകനല്ലേ അതെന്ന് ചോദിക്കുമ്പോൾ ജോസഫ് ചോദിക്കും, ഈ രാത്രിയിൽ എവിടെ പോകുന്നേ? അതിന്റെ കാമുകൻ വെളിയിൽ വന്നിട്ടുണ്ട്, ഞാൻ അവനോടൊപ്പം പോവാണ്. എന്താ എല്ലാത്തിനും നിങ്ങളുടെ അനുവാദം ചോദിക്കണമെന്ന് ചോദിക്കുമ്പോൾ ജോസഫ് പറയാതല്ല, ഇത്രയും പേർക്ക് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് അത് കഴിക്കാതെ എന്തിനാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ അതൊന്നും വലിയ കാര്യമാക്കാതെ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അവൾ അവിടെ നിന്ന് പോകുന്നതും വില്യം ഉണ്ടല്ലോ, ജോസഫിന്റെ സഹോദരൻ, അവൻ പെട്ടെന്ന് വില്യമിനോട് എന്തോ ദേഷ്യം സംസാരിക്കുമ്പോൾ രണ്ടുപേരും പെട്ടെന്ന് വഴക്കിട്ട് കഴുത്തിനിങ്ങനെ പിടിക്കുകയാണ്. ഇത് കണ്ട ആരോണും അതേപോലെ തന്നെ സാറയും പേടിച്ചിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് അവർ രണ്ടുപേരും പറയുന്നത്, ഹേയ് ഇത് ഞങ്ങൾ വെറുതെ ചെയ്താണ്, ഇടയ്ക്കിടയ്ക്ക് ഇവനിങ്ങനെ മറ്റുള്ളവരെ പേടിപ്പിക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ ചെയ്യാറുണ്ട് എന്നെല്ലാം പറയുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ സാറയ്ക്ക് മാത്രം അവൾ പേടിക്കുന്ന ആ ഒരു സമയത്ത് എന്തോ ഒരു കാര്യം ഇങ്ങനെ കാണുന്നു. പക്ഷെ ആ ഒരു കാര്യങ്ങളൊന്നും അവൾക്ക് പൂർണ്ണമായിട്ടും കണ്ടു തീർക്കാൻ കഴിയുന്നില്ല. അതിനൊരു കാരണമുണ്ട്. ഇവരുടെ അമ്മ മരിക്കുന്ന സമയത്ത് നമ്മുടെ സാറയ്ക്ക് എന്തോ ഒന്ന് സംഭവിച്ചു. അവൾ വന്ന് വീഴുക എന്തോ ചെയ്തപ്പോഴത്തേക്കും അവളുടെ തലയിൽ പരിക്ക് പറ്റിയിട്ട് പഴയ കാര്യങ്ങളൊക്കെ മറന്നുപോയി. അവൾക്ക് എങ്ങനെയാണ് ആ ഒരു പരിക്ക് സംഭവിച്ചത്, അവളുടെ അമ്മ എങ്ങനെയാണ് മരിച്ചത് എന്നുള്ള കാര്യങ്ങളൊന്നും അവൾക്ക് നല്ലതുപോലെ ഓർമ്മയില്ല. അതുകൊണ്ട് ആ ഒരു ഓർമ്മകളെല്ലാം വീണ്ടെടുക്കാൻ വേണ്ടി അവൾ പല രീതിയിലും ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിന് സഹായിക്കുന്നത് ജോസഫാണ്. അവളെ ഹിപ്നോട്ടൈസ് ചെയ്ത് ആ പഴയ ഓർമ്മകളൊക്കെ കൊണ്ടുവരാനായിട്ട് അവനെ ശ്രമിക്കും. അങ്ങനെ ഇത്തവണയും സാറയ്ക്ക് ആ ഒരു ഓർമ്മകൾ വരുമ്പോൾ ജോസഫ് അവളെ ഹിപ്നോട്ടൈസ് ചെയ്ത് പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ ഇങ്ങനെ ശ്രമിക്കുകയാണ്. പക്ഷെ അധികം അവൾക്ക് പഴയ ഓർമ്മകളൊന്നും തിരിച്ചെടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം ജോസഫ്, വില്യം, സാറ ഇവര് 3 പേരും അവരുടെ പഴയ വീട്ടിലേക്ക് പോവാണ്. ഇപ്പൊ ആ ഒരു വീട്ടിൽ ആരും താമസമില്ല. ഇവരുടെ പഴയ കാര്യങ്ങളെല്ലാം ഇവരങ്ങനെ നോക്കി. അവിടെ ഒരു ടേപ്പ് റെക്കോർഡർ ഉണ്ട്. അത് നമ്മുടെ സാറ എങ്ങെടുക്കും. കാരണം അവളുടെ അമ്മ മരിക്കുന്നതിന് മുന്നേ അവൾ ആ ഒരു ടേപ്പില് അവളുടെ അമ്മ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യായിരുന്നു. അങ്ങനെ ഒരു ശീലം നമ്മുടെ സാറയ്ക്കുണ്ട്. അപ്പൊ അതെല്ലാം ഒരു ഓർമ്മയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയാണ് ആ ഒരു ടേപ്പ് റെക്കോർഡർ അവൾ എടുത്തിട്ടുള്ളത്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ച് അവരങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു വയസ്സായുള്ള സ്ത്രീ അകത്തേക്ക് കയറി വന്ന് വില്യമിന്റെ തലയിൽ പിടിച്ച് അവനെ ഇങ്ങനെ വഴക്ക് പറയാണ്. കാണിക്കുമ്പോഴത്തേക്ക് ആ ഒരു മുത്തശ്ശിയുടെ കൊച്ചുമോൻ അകത്തേക്ക് വന്നിട്ട് ഏയ് സോറി എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ വിളിച്ചു മാറ്റും. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മുത്തശ്ശിക്ക് അൽഷിമേഴ്സ് ഉണ്ട്. അതുകൊണ്ട് പല കാര്യങ്ങളും പല സമയങ്ങളിലും മറന്നുപോകും. അങ്ങനെ മറന്നു വന്നിട്ടാണ് നമ്മുടെ വില്യമിനെ ഇപ്പോൾ ഉപദ്രവിച്ചത്. അങ്ങനെ അതിനുശേഷം അവരുടെ സുഖവിവരങ്ങളെല്ലാം ചോദിച്ച് അവരങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ വില്യമിന്റെ ഒരു ഫോൺ കോൾ വരുന്നു അവന്റെ ഓഫീസിൽ നിന്നാണ്. ഓക്കെ ഞാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് വില്യം എഴുന്നേൽക്കുമ്പോൾ സാറ് പറയുന്നുണ്ട്, ഞാൻ നിന്നോടൊപ്പം വരാമെന്നും പറഞ്ഞ് അവളും അവനോടൊപ്പം ആ ഒരു ഓഫീസിലേക്ക് ചെന്നിട്ട് അത് കഴിഞ്ഞ് അവർ നേരെ തിരിച്ചു വരുന്ന സമയത്താണ് വില്യമിന്റെ ഒരു സഹായി ഉണ്ട്. അവൻ പെട്ടെന്ന് വന്നിട്ട്, ഓക്കെ വില്യം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്നിങ്ങനെ പറയുമ്പോൾ അവനെ കാണുന്നത് നമ്മുടെ സാറയ്ക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വരാണ്. എന്താണെന്ന് വെച്ചാല് അവരുടെ അമ്മ മരിച്ചു കിടക്കുന്ന സമയത്ത് നമ്മുടെ വില്യമും ജോസഫും അകത്തേക്ക് വരുന്ന സമയത്ത് ഇതുപോലെ ഒരാള് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അതിലും അവൾക്ക് എന്താണ് സംഭവിച്ചെന്ന് ഇപ്പോഴും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല.
അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ സാറയാണെങ്കിൽ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ ഒരു വയസ്സായ മുത്തശ്ശനാണ് ഇപ്പോൾ അവൾ നോക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ജോസഫ് ഇപ്പോൾ ആരോൺ എന്ന് പറഞ്ഞ തൻ്റെ ആ ഒരു സുഹൃത്തുണ്ടല്ലോ പോലീസുകാരനായിട്ടുള്ള, അവന് നടന്ന ഒരു സംഭവത്തെ പറ്റി ഈ ഒരു സ്റ്റേജിൽ ഇങ്ങനെ നിന്ന് പറയാണ്. അപ്പോൾ ആരോൺ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരൊരു കൊലയാളിയെ പിടിക്കാനായിട്ട് അവൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് 4-5 പോലീസുകാരായിട്ടാണ് പോയിരുന്നത്. അതേസമയം വീടിനകത്ത് ആ ഒരു കൊലയാളി ഒരു തോക്കും എടുത്ത് ഇവരെല്ലാവരും ഷൂട്ട് ചെയ്യാനായിട്ട് വെളിയിലേക്ക് ഇറങ്ങി വരുന്ന സമയം ആ ഒരു കൊലയാളിയുടെ അമ്മാവനോട് ചോദിച്ചു, മോനെ നീ എങ്ങോട്ടാ പോകുന്നതെന്ന്. അതുപോലെ ഇത്രയധികം പോലീസുകാർ എന്തിനാ വീടിന് വെളിയിൽ നിൽക്കുന്നത് എന്നും കൂടി ചോദിക്കുമ്പോൾ ആ ഒരു കൊലയാളി അവൻ്റെ അമ്മയോട് പറഞ്ഞത്, ഒന്നുമില്ല അമ്മ, ഒരു വാതക ചോർച്ച, അതുകൊണ്ട് ആളുകളെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ ആ ഒരു കൊലയാളി നേരെ വെളിയിലേക്ക് ഇറങ്ങി വന്ന് സ്വയം അവൻ ഞങ്ങളോടൊപ്പം ജീപ്പിലേക്ക് കയറുമ്പോൾ അവൻ ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞു, നിങ്ങളെല്ലാവരും എൻ്റെ അമ്മയോട് നന്ദി പറയണം, കാരണം അതാണ് നിങ്ങളുടെ ഭാഗ്യം. അപ്പോൾ കൂടെ വന്ന ആ ഒരു പോലീസുകാരെല്ലാം ചിന്തിച്ചു, അല്ല ഞങ്ങൾ എന്തിനാണ് ഈ ഒരു കൊലയാളിയുടെ അമ്മയോട് നന്ദി പറയേണ്ടത്? അപ്പോഴാണ് കൊലയാളി പറഞ്ഞത്, എൻ്റെ അമ്മ ഒരിക്കലും പുറത്തേക്ക് വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ 5 പേരെയും ഞാൻ കൊല്ലുമായിരുന്നു. പക്ഷെ എൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങളെ കൊല്ലാനായിട്ട് എന്നെ കൊണ്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് എൻ്റെ അമ്മയോട് നിങ്ങൾ നന്ദി പറയാനായിട്ട് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഈ ഒരു സ്റ്റോറി പറഞ്ഞു തീരുന്നതും ജോസഫ് നേരെ അവിടേക്ക് വന്നിട്ട്, ഇപ്പോൾ ഈ ഒരു കേസിലൂടെ നമുക്ക് എന്താ മനസ്സിലാവുന്നതെന്നറിയോ? അത്രയും ക്രൂരനായിട്ടുള്ള ഒരു കൊലയാളി അവൻ ചെയ്യുന്ന കാര്യങ്ങൾ അവൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് നിർത്തി. അത് വേറെ ഒന്നും കൊണ്ടല്ല, തൻ്റെ അമ്മയോടുള്ള ആ ഒരു സ്നേഹവും കരുതലും കൊണ്ടാണ്. അതുകൊണ്ടാണ് ആ ഒരു 5 പോലീസുകാരന്ന് രക്ഷപ്പെട്ടത്. പറഞ്ഞു വരുന്നത്, വികാരങ്ങൾ മനുഷ്യനെ കൊല്ലും, എന്നാൽ അതേ വികാരം കൊണ്ട് ഒരു മനുഷ്യന്റെ ജീവനും രക്ഷിക്കാൻ കഴിയും എന്നാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ പറഞ്ഞു വരുന്നത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അടുത്തത് നമ്മുടെ ഹീറോയിൻ സാറയെ കാണിക്കുമ്പോൾ അവളാണെങ്കിൽ അവരുടെ വീട്ടിൽ നിന്നെടുത്ത ആ ഒരു ടേപ്പ് റെക്കോർഡ് ഉണ്ടല്ലോ, അതിൽ ഓരോ ക്യാസറ്റായിട്ടിട്ട് പഴയ അവളുടെ അമ്മയോട് സംസാരിച്ച പല കാര്യങ്ങളും അവളിങ്ങനെ വീണ്ടും കേട്ട് നോക്കാണ്. അങ്ങനെ ആ ഒരു ടേപ്പ് റെക്കോർഡറും കേട്ടിട്ട് അവൾ ആ ഒരു ആശുപത്രിക്കുള്ളിലൂടെ നടക്കുമ്പോഴത്തേക്കും അവൾക്ക് വീണ്ടും അതിലൂടെ അവളുടെ അമ്മ സംസാരിക്കുന്ന ആ ഒരു ശബ്ദം കേട്ട് നമ്മുടെ സാറയ്ക്ക് വീണ്ടും പഴയ കാര്യങ്ങൾ ഓർമ്മ വരാണ്. പക്ഷേ എന്താണെന്ന് സംഭവിച്ചത്, അവളുടെ അമ്മ എങ്ങനെയാണ് മരിച്ചത്, അതാണ് ഇപ്പോഴും നമ്മുടെ സാറയ്ക്ക് അറിയാത്തത്. കാരണം അവളുടെ അമ്മ മരിക്കുന്ന സമയത്ത് അവൾ അടുത്തുണ്ടായിരുന്നു, പക്ഷേ ഏതോ ഒരു അവസരത്തിൽ അവളുടെ ബോധം നഷ്ടപ്പെട്ട് പിന്നീട് നടന്ന കാര്യങ്ങളൊന്നും അവൾക്ക് ഓർമ്മയില്ല. അങ്ങനെ അത് കഴിഞ്ഞ് സാറയും ജോസഫും നേരെ അവരുടെ വീട്ടിലേക്ക് തന്നെ വരികയാണ്. അവരുടെ പഴയ വീട്ടിലേക്ക് വരുന്ന സമയത്താണ് അവിടെ ആ ഒരു അൽഷിമേഴ്സ് ബാധിച്ച ആ ഒരു മുത്തശ്ശിയുണ്ടല്ലോ, അവർ പെട്ടെന്ന് അവരുടെ കൊച്ചുമകനായിട്ട് വഴക്കിട്ട് താഴേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ജോസഫിനെ കാണുന്നതും അവന്റെ മുന്നിലേക്ക് നോക്കിയിട്ടാണ് പറയുന്നത്, ഹേയ് നിനക്കൊട്ടും മനുഷ്യത്വമില്ല, നീ രാക്ഷസനാണെന്നെല്ലാം പറഞ്ഞിട്ട് അവർ പേടിച്ച് അകത്തേക്ക് ഇങ്ങനെ പോകുന്നു. ഓക്കെ, അവർക്ക് വയ്യാത്തതല്ലേ, അതുകൊണ്ട് അവർ രണ്ടുപേരും അത് കാര്യമാക്കാതെ നേരെ അകത്തേക്ക് പോയിട്ട് വീണ്ടും ആ ഒരു ടേപ്പ് റെക്കോർഡ് എടുത്ത് ഇങ്ങനെ പ്ലേ ചെയ്ത് രണ്ടുപേരും അങ്ങനെ മാറി മാറി കേൾക്കുന്ന സമയത്താണ് നമ്മുടെ സാർ ഒരു കാര്യം പറയുന്നത്, അവൾക്ക് എന്തോ ഒരു സംശയമുണ്ടെന്ന്. കാരണം അവളുടെ അമ്മ മരിച്ചതല്ല, കൊല്ലപ്പെട്ടതാണെന്നുള്ള രീതിയിൽ അവളിങ്ങനെ സംശയം പറയും. കാരണം അന്നത്തെ ദിവസം അവൾ സ്കൂളിൽ നിന്നും ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്നാണ് സാറ് പറയുന്നത്. അപ്പോൾ ജോസഫും പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് അമ്മ കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ജോസഫ് അവിടെയുള്ള ആ ഒരു കാസറ്റുകൾ എടുത്ത് ഇങ്ങനെ നോക്കാണ്. അതേസമയം സാറയാണെങ്കിലേ വില്യമിന്റെ കമ്പനിയിലെ എന്തോ ഒരു പേപ്പർ എടുത്തിട്ട് അതിങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ലൈറ്റ് അങ്ങ് ഓഫ് ആവുന്നതും ആ ഒരു സമയത്ത് ജോസഫ് അവനെടുത്ത ആ ഒരു കാസറ്റ് ഉണ്ടല്ലോ അത് സാറ് കാണാതെ പതിയെ എടുത്ത് പോക്കറ്റിലേക്ക് വെക്കുന്നു. എന്നിട്ട് പതിയെ മറ്റൊരിടത്തേക്ക് വന്ന് ഒരു പുതിയ ബൾബ് എടുത്ത് അത് അതിലേക്ക് ഇട്ടിട്ട് ജോസഫ് പറയാണ്, നമ്മുടെ അച്ഛൻ അന്ന് ഒരുപാട് കടം വാങ്ങിയിരുന്നു, ആ ഒരു കടബാധ്യതയിലാണ് നമ്മളെല്ലാവരും ആ ഒരു സമയത്ത് ജീവിച്ചത്, അത് നിനക്കും അറിയാം. അതേപോലെ തന്നെ വില്യമിന് അവനാണെങ്കിൽ ഈ ചൂതാട്ടത്തിൽ നല്ല താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ ഒരിക്കലും അവൻ നമ്മുടെ കുടുംബത്തെ വേദനിപ്പിച്ചിട്ടില്ല. അപ്പൊ സാറേയും പറയുന്നുണ്ട്, നമ്മൾ കടത്തിലായിരുന്നു എന്നുള്ള കാര്യം എനിക്കും അറിയാം. അപ്പോൾ ജോസഫ് പറയും, പക്ഷേ ഭാഗ്യവശാലേ നമ്മുടെ അമ്മയ്ക്ക് ലൈഫ് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു, അതുള്ളത് കൊണ്ട് മാത്രമാണ് അമ്മ മരിച്ചതിന് ശേഷം ആ ഒരു പണം വെച്ചിട്ട് നിന്നെ വിദേശത്തേക്ക് പഠിക്കാനായിട്ട് പറഞ്ഞു വിട്ടത്. അപ്പോൾ സാറ് പറയും, ആ ഒരു കടം വാങ്ങിയ പേപ്പറെല്ലാം ഞാൻ വാങ്ങിയിരുന്നു, അതുപോലെ അതിൽ വന്ന ബാക്കി പണം കൊണ്ടാണ് വില്യമിന്റെ കടങ്ങളും തീർത്തത്. അതുപോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ നീ മാത്രമാണ് മൂത്ത സഹോദരൻ, ആ ഒരു സമയത്ത് നീ ഞങ്ങളെ നല്ലതുപോലെ നോക്കി, അതൊന്നും അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്ന് പറയുമ്പോൾ ജോസഫ് ആണെങ്കിൽ എഴുന്നേറ്റ് മാറി ഇങ്ങനെ പോവാണ്. അവളുടെ അടുത്ത് ആ ഒരു പേപ്പർ ഉണ്ടല്ലോ അത് പതിയെ ബാഗിലേക്ക് വെക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന നമ്മുടെ സാറ ഇവര് പണ്ട് ഒരുപാട് കടം വാങ്ങിയത് കീത്ത് ലീ എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ കയ്യിൽ നിന്നാണ്. അങ്ങനെ അയാളെ വിളിച്ച് എന്തോ ഒരു കാര്യം സംസാരിക്കുന്നുണ്ട്. അതേസമയമാണ് അയാളുടെ അടുത്ത് സാറയുടെ സഹോദരൻ വില്യം ഉണ്ടല്ലോ അവന് നിൽക്കുന്നത്. അവൻ ആ ഒരു ഫോണിലേക്ക് നോക്കുമ്പോൾ സാറയുടെ നമ്പറാണ്, അവനത് മനസ്സിലായി. പക്ഷെ അവനാണെങ്കിൽ അത് വലിയ കാര്യമാക്കാതെ അവിടെ നിന്ന് നടന്നു പോകുന്നതും. അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും വീട്ടിൽ ഒത്തുകൂടി വീണ്ടും ഒരു പാർട്ടിയുണ്ട്. അതിലിങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് നമ്മുടെ വില്യം വെളിയിൽ ഇരുന്നിട്ട് മദ്യപിക്കുന്ന സമയത്ത് സാർ അവന്റെ അടുത്തേക്ക് വന്ന് കുറച്ച് മദ്യവും വാങ്ങി എന്തോ ഒരു സംശയത്തോടെ പുറകിലേക്ക് നടന്നിട്ട് വില്യമിനോട് ചോദിക്കും, അല്ല നമ്മുടെ അമ്മ വയ്യാതെ കിടന്ന ആ ഒരു സമയത്ത് നമുക്ക് അമ്മ ഒരു ബാധ്യതയായിരുന്നല്ലേ? അപ്പോൾ വില്യം പറയും, ആ ഒരു സമയം നിനക്കറിയാലോ, അമ്മയുടെ മെഡിക്കൽ ബില്ലുകൾ അതടയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടിയിരുന്നു. ഞാനാണെങ്കിൽ അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം പണം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു, പക്ഷെ അത്രയ്ക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ സാർ അടുത്ത് വന്നിരുന്നിട്ടാണ് പറയുന്നത്, ആ ഒരു സമയങ്ങളിൽ അമ്മ നമുക്കൊരു ഭാരമായിട്ട് തോന്നിയിട്ടുണ്ടല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ വില്യം പറയും, ഹേയ് മണ്ടത്തരം പറയാതെ, നമുക്ക് ഒരമ്മയേ ഉള്ളൂ, നീ എന്തിനാ അങ്ങനെയെല്ലാം ചിന്തിക്കുന്നേ
എന്നെല്ലാം പറഞ്ഞിട്ട് കുറെ നേരം അങ്ങനെ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാറ വീടിനകത്തേക്ക് കയറിയിട്ട് ആ റൂമെല്ലാം ഇങ്ങനെ നോക്കുന്ന സമയത്താണ് വെളിയിൽ ആരോ സംസാരിക്കുന്ന ശബ്ദം നമ്മുടെ വില്യമാണ്. അങ്ങനെ ജനാല വഴി അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൻ ഫോണിൽ ആരോടോ സംസാരിക്കുന്നു. അവൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നിനക്ക് വീണ്ടും പണം വേണം, ഇതിനെല്ലാം കാരണം 15 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ആ ഒരു സംഭവമാണ്, ബാക്കിയെല്ലാം ഞാൻ നേരിട്ട് കണ്ടിട്ട് പറയാം, നമ്മൾ പതിവ് പോലെ കാണുന്ന അതേ സ്ഥലം എന്നും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്യുന്നതും. അങ്ങനെ ഇതെല്ലാം കേട്ടിട്ട് സാറ പതിയെ പുറകിലേക്ക് നടക്കുമ്പോൾ എന്തോ ഒന്നിൽ തട്ടി ശബ്ദം കേൾക്കുമ്പോൾ വില്യം പെട്ടെന്ന് അകത്തേക്ക് വരും. സാറയാണെങ്കിൽ അടുത്തൊരു ഡോർ തുറന്ന് വെളിയിലേക്ക് വന്നിങ്ങനെ നിൽക്കാണ്. വില്യം ആണെങ്കിൽ അകത്തേക്ക് വന്നിട്ട് ആരെങ്കിലും ഒളിച്ചു കേട്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി അവിടെ എല്ലാം ഇങ്ങനെ നോക്കി നമ്മുടെ സാറയുടെ അടുത്തേക്ക് വരുമ്പോൾ അതിന് മുന്നേ തന്നെ അവനൊരു കോള് വരുന്നു. അതുകൊണ്ട് നമ്മുടെ സാറയെ കണ്ടില്ല, അവൻ പെട്ടെന്ന് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ വില്യം ആ ഒരു വീട്ടിൽ നിന്ന് കാറെടുത്ത് വെളിയിലേക്ക് പോകുമ്പോൾ സാറയാണെങ്കിലും മറ്റൊരു ടാക്സി വിളിച്ചിട്ട് അവന്റെ പുറകെ തന്നെ ഫോളോ ചെയ്ത് പോവാണ്. അപ്പോഴേക്കും നമ്മുടെ വില്യം ചെല്ലുന്നത് അവന്റെ ആ ഒരു കമ്പനിയിലേക്കാണ്. കാണിക്കുമ്പോൾ നമ്മുടെ സാറേ അവന്റെ പുറകെ തന്നെ ഉണ്ട്. അപ്പോൾ വില്യം കാണാൻ വന്നത് ആരെയാണെന്ന് വെച്ചാല് ഇവര് പണം വാങ്ങിയാലോ കീത്ത് ലീ എന്ന് പറഞ്ഞ ഒരാള്. അവനാണെങ്കിൽ സാറ് ഇതിനു മുന്നേ വിളിക്കുകയും ചെയ്തിരുന്നു. അവനെ ഇപ്പോൾ ഒരിടത്തേക്ക് പിടിച്ചുകൊണ്ട് വന്നിട്ട് നല്ലതുപോലെ ഇടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഒരു കാരണവശാലും അന്ന് നടന്ന ആ ഒരു കാര്യം പുറത്തറിയരുത്, അതെപ്പോഴും മൂടി വെക്കണം എന്നെല്ലാം നമ്മുടെ വില്യം അവനോട് ഇങ്ങനെ പറയാണ്. അപ്പൊ അവനായാലും പറയുന്നുണ്ട് എന്നെ അടിച്ചാലും നിങ്ങൾക്ക് ആ ഒരു സംഭവം ഒരിക്കലും മൂടി വെക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോഴേക്കും നമ്മുടെ വില്യം അവനെ ഇടിച്ച് താഴേക്ക് ഇട്ടിട്ട് അവന്റെ കൂടെയുള്ള രണ്ടുപേരോട് ഇങ്ങനെ പറയാണ്, ശരി ഇവനെ ഉടനെ എന്തെങ്കിലും ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പഴയ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളെ അവൻ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതേ സമയം കാണിക്കുമ്പോൾ ആരോടെന്ന് പറഞ്ഞിട്ട് ആ ഒരു പോലീസുകാരനുണ്ടല്ലോ അവനിപ്പോ ഇവിടേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് വില്യമിനോട് പറയും പക്ഷെ അവൾ ആ ഒരു കാര്യം അറിയാത്തിടത്തോളം കാലം നമുക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല എന്ന് പറയുമ്പോൾ വില്യം പറയും ഇൻസ്പെക്ടർ നീ അവനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണോ, ഒരിക്കലും ആ ഒരു കാര്യം സംഭവിക്കരുത് എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ സാർ ഇത്രയും കാര്യം കേട്ടിട്ട് പെട്ടെന്ന് തിരിയുന്നതും ആഹാ അവളുടെ പുറകെ വില്യമിന്റെ ഒരാള് അവളെ കാണുകയും ചെയ്തു. അപ്പൊ അവനാണെങ്കിലും നമ്മുടെ സാറയുടെ ഫോൺ ഇങ്ങനെ ചോദിക്കുന്നതും സാർ അവര് ഫോൺ എടുത്ത് ഇങ്ങനെ കാണിച്ചിട്ട് പെട്ടെന്ന് അവനെ തള്ളിക്കളഞ്ഞ്. അങ്ങനെ സാറയാണെങ്കിൽ അവിടെ നിന്ന് ഓടി വെളിയിലേക്ക് വരുന്ന സമയത്ത് വില്യമിന്റെ രണ്ടാളുകൾ അവളെ പിടിക്കാനായിട്ട് പുറകെ തന്നെ വരികയാണ്. പക്ഷെ വില്യം ഒരിക്കലും കണ്ടില്ല അത് സാറയാണെന്ന്. അങ്ങനെ സാറയായാലും ഓടി ഓടി അവസാനം ഒരിടത്തേക്ക് വന്ന് ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്നതും പെട്ടെന്ന് അവളുടെ പുറകിലൂടെ ആരോടെന്ന് പറഞ്ഞ ഒരു പോലീസുകാരൻ അവളെ വന്നെങ്കിൽ പിടിച്ചോണ്ട് പോവാണ്. അത് കഴിഞ്ഞ് നമ്മുടെ സാറ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നത് ബെഡിൽ നിന്നും. ഇപ്പൊ കണ്ട കാര്യം റിയൽ ആണോ അതോ അവൾക്ക് തോന്നിയതാണോ എന്ന് അവൾക്ക് ഇപ്പോഴും അറിയത്തില്ല. അതുപോലെ സാറയാണെങ്കിൽ പെട്ടെന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് കയറി ഡോർ അടയ്ക്കുമ്പോൾ ജോസഫിന്റെ മകളുണ്ടല്ലോ അവള് പെട്ടെന്ന് വന്നിട്ട് ഡോറിൽ ഇങ്ങനെ തട്ടുന്ന ശബ്ദം കേട്ട് ബാക്കി എല്ലാവരും സാറയുടെ ഭർത്താവ് ജോസഫ് വില്യം ഇവരെല്ലാവരും വെളിയിലേക്ക് വന്ന് അവളോട് വെളിയിലേക്ക് ഇറങ്ങാനായിട്ട് ഇങ്ങനെ പറയാണ്. അപ്പോഴേക്കും സാർ അകത്ത് നിന്ന് നല്ലതുപോലെ പേടിച്ചിട്ട് ഇല്ല ഞാൻ വില്യമിനെ ഫോളോ ചെയ്യുമായിരുന്നു, ഞാൻ അവനോടൊപ്പം പുറത്തുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ വില്യം പറയും ഹേയ് സാറാ നീ എന്തായി പറയുന്നത്, ഞാൻ ഇത്രയും നേരം കിടന്ന് ഉറങ്ങുമായിരുന്നു കട്ടില് തന്നെ, എന്തായാലും നീ പുറത്തേക്ക് വാ നമുക്ക് സംസാരിക്കാന്ന് പറയുമ്പോൾ സാറ് പറയും ഇല്ലില്ല ഞാൻ എല്ലാം കണ്ടു, നിന്റെ പുറകെ വന്ന് കീത്തിലി നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, നിങ്ങൾ എന്നിൽ നിന്ന് എന്തോ ഒരു കാര്യം മറച്ചു വെക്കാൻ ശ്രമിക്കുകയാണ്, അതും ജീവിതകാലം മുഴുവൻ ആ ഒരു രഹസ്യം, അതെന്താ ഒരു രഹസ്യം എന്നെല്ലാം അവളിങ്ങനെ ചോദിക്കുമ്പോൾ അപ്പോഴേക്കും നമ്മുടെ ജോസഫ് അടുത്തേക്ക് ചെന്നിട്ട് സാറാ നീ എന്ത് പേടി സ്വപ്ന കണ്ടേ അതെന്നോട് പറയാൻ പറയുമ്പോൾ അവള് പറയും അത് സ്വപ്നമല്ല, വില്യം ഫോൺ വിളിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ അവനെ ഫോളോ ചെയ്ത് പോയിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ജോസഫിന്റെ മകൾ പറയും ഇല്ല സാറാ നീ എന്നോടൊപ്പം കട്ടിൽ തന്നെ കിടക്കുമായിരുന്നു, നീ എവിടെയും പോയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സാറയ്ക്ക് നേരത്തെ കണ്ട കാര്യം സത്യമാണോ അതോ ഇനി അവള് സ്വപ്നത്തിൽ കണ്ടതാണോ എന്നൊന്നും വ്യക്തമല്ല. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ അവൾ ആലോചിച്ചിട്ട് പെട്ടെന്ന് അവൾ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ജോസഫാണ് അവളെ സമാധാനിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ വില്യമിനെ കാണിക്കുമ്പോൾ സാറ അങ്ങനെ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം വില്യമിന്റെ മുഖത്ത് തന്നെ ഒരു വല്ലാത്ത ഭാവം എന്തോ പേടിക്കുന്നത് പോലെ, അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ആരോണ് ആ ഒരു പോലീസുകാരുണ്ടല്ലോ അവനും അവന്റെ അസിസ്റ്റന്റും ഒരിടത്തിരുന്ന് ഇങ്ങനെ കഴിക്കുന്ന സമയത്താണ്. അപ്പോഴാണ് ആ ഒരു അസിസ്റ്റന്റ് ഒരു കാര്യം പറയുന്നത്, വേറെ ഒന്നുമല്ല നമ്മുടെ സാറ അവളുടെ അമ്മയുടെ മരണത്തിൽ എന്തോന്ന് സംശയിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യം 15 വർഷങ്ങൾക്ക് മുന്നേ അവളുടെ അമ്മയെ ആരോ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നതായിട്ട് അവൾ കണ്ടെന്നാണ്. അപ്പൊ ആ ഒരു സംശയം കൊണ്ടാണ് സാറ നമ്മുടെ വില്യമിനെ സംശയിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ ഒരു അസിസ്റ്റന്റ് പറയും ഓക്കെ ആ ഒരു കേസ് നമുക്ക് ഒന്നുകൂടി അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ ആരോൺ പറയും ഏയ് മരിച്ചത് എന്റെ വല്യമ്മയാണ്, ആ ഒരു കേസാണെങ്കിൽ അന്ന് പോലീസുകാർ അന്വേഷിക്കുമ്പോൾ അതൊരു സാധാരണ മരണമായിട്ടാണ് പറഞ്ഞിരുന്നത്, കോടതി അത് മനസ്സിലാക്കി, അതുകൊണ്ട് കൂടുതലായിട്ട് ആ ഒരു കേസിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് ആരും പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. കാരണം ഈ ഒരു കേസിനെ പറ്റി പറയുമ്പോൾ മാത്രം ആരോണെന്തോ അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ. അതുപോലെ നമ്മുടെ സാറയാണെങ്കിൽ അവളുടെ 2 സഹോദരങ്ങളെ സംശയിക്കാനായിട്ട് മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം ഇവരുടെ അമ്മ മരിക്കുമ്പോൾ ഇൻഷുറൻസ് പണം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ആ ഒരു സമയത്ത് അവരുടെ ബുദ്ധിമുട്ട് കാരണം ഇവരിൽ ആരെങ്കിലും ആയിരിക്കും അമ്മയെ കൊന്നതെന്നാണ് അവൾ സംശയിക്കുന്നത്. പിന്നീട് നമ്മുടെ വില്യമായാലും നല്ല ഇതിൽ ബിസിനസ് എല്ലാം ചെയ്തിട്ട് ഈ ഒരു നിലയിൽ വളർന്നല്ലോ, അതുകൊണ്ടാണ് അവൾ അത്രയും സംശയിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാറ അവളുടെ വീട്ടിലേക്ക് വന്നിട്ട് ആ ഒരു ഡോർ തുറക്കാനായിട്ട് വരുമ്പോൾ മുകളിൽ മുഖമെല്ലാം മൂടിയിട്ട് ഒരാളിങ്ങനെ നിൽക്കാണ്. ഇത് കാണുന്നത് നമ്മുടെ സാറ വെളിയിലേക്ക് ഓടുന്നതും അവൻ പുറകെ തന്നെ വരുന്നുണ്ട്, അവളെ വിടുന്നില്ല. എന്തായാലും അവളെ കൊല്ലാനായിട്ടാണ് വരുന്നതെന്ന് മനസ്സിലായി. അങ്ങനെ സാറയാണെങ്കിൽ ഒരുപാട് ദൂരം ഓടി ഒരിടത്തേക്ക് ഒന്ന് മറിഞ്ഞെല്ലാം വീണ് അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി. അവസാനം ഇവരുടെ വീടിനടുത്തായിട്ട് താമസിക്കുന്ന ആ ഒരു അൽഷിമേസ് ബാധിച്ച ആ ഒരു മുത്തശ്ശിയുണ്ടല്ലോ അവരുടെ മുന്നിലേക്ക് ചെല്ലുന്നതും അവരാണെങ്കിൽ സാറെ കണ്ടിട്ട് ഹേയ് എന്ത് പറ്റിയെന്ന് പറഞ്ഞിങ്ങനെ ചോദിക്കുമ്പോൾ അവരുടെ പുറകെ നിൽക്കുന്ന ആ ഒരുത്തൻ അതേസമയം തന്നെ മറ്റൊരിടത്തു നിന്ന് ഒരാൾ വന്നിട്ട് സാറയോട് ചോദിക്കും എന്താ മോളെ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ
സാറ് പെട്ടെന്ന് തിരിഞ്ഞ് ഈ ഒരു മുത്തശ്ശിയുടെ പുറകിലേക്ക് നോക്കുമ്പോൾ ആ ഒരുത്തിനെ കാണാനില്ല. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ജോസഫ് വീണ്ടും സാറയെ ഹിപ്നോട്ടൈസ് ചെയ്യാണ്. എന്നിട്ട് അവളുടെ പഴയ ഓർമ്മകളിലേക്ക് ഒന്നുകൂടി ഒന്ന് പോകാൻ പറയും. അങ്ങനെ അവൾ ആ ഒരു പഴയ ഓർമ്മകൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവളിപ്പോൾ കാണുന്ന കാര്യം എന്താണെന്ന് വെച്ചാല്, ഇവർ കടം വാങ്ങിയ ഒരുത്തൻ അയാളുടെ ആള് വന്നിട്ട് നമ്മുടെ വില്യമിനെ നല്ലതുപോലെ അടിച്ച് ഇനി നിങ്ങളുടെ കടം തീർക്കാൻ വേണ്ടിയിട്ട് 1 മാസം കൂടി സമയം തരും. അതിനു മുന്നേ നിങ്ങൾ ആ ഒരു പണം അടച്ച് തീർത്തേ പറ്റൂ. പലിശയായിട്ട് ഇപ്പോൾ ഒരുപാട് പണമായിട്ടുണ്ട്. അങ്ങനെ അയാളിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ജോസഫും അയാളോട് വന്ന് ഇപ്പൊ പണമില്ല എന്തായാലും തരാന്ന് പറയുമ്പോൾ സാർ ഓടി ചെന്നിട്ട് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് പറഞ്ഞിങ്ങനെ കരയുന്നതും അയാള് സാറെ പിടിക്കാനായിട്ട് വരുമ്പോൾ ഇവര് രണ്ടുപേരും അയാളെ തടഞ്ഞിട്ട് നമ്മുടെ ജോസഫ് ആണെങ്കിൽ വില്യമിന്റെ പോക്കറ്റിൽ നിന്നും അവൻ ചൂതാട്ടത്തിന് വേണ്ടി വെച്ചേക്കുന്ന ആ ഒരു പണം എടുത്ത് അയാൾക്ക് ഇങ്ങനെ കൊടുക്കാണ്. അങ്ങനെ അത്രയും കാര്യങ്ങൾ കാണുന്നതും പെട്ടെന്ന് നമ്മുടെ സാറയ്ക്ക് എന്തോ സംഭവിച്ചിട്ട് അവള് ബോധമില്ലാതെ താഴെ വീഴുന്നത് പോലെല്ലാം കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വില്യം അവരുടെ അമ്മയുടെ അടുത്ത് നിന്നിട്ട് അമ്മ മരിച്ചോ ഇല്ലയെന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നത് പോലെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ വില്യം അടുത്ത് നിൽക്കുന്ന അതേ സമയം പെട്ടെന്ന് അവിടെ ഒരു നിഴല് വന്ന് നിൽക്കുന്നത് പോലെ കാണും. അങ്ങനെ ഈ ഒരു കാര്യത്തെ പറ്റി ജോസഫിനോട് പറഞ്ഞിട്ടാണ് പെട്ടെന്ന് കാണിക്കുമ്പോൾ അവരുടെ അമ്മയുടെ കഴുത്ത് ഞെരിച്ച് ആരോ കൊല്ലുന്നത് പോലെ അവള് പെട്ടെന്ന് കണ്ടിട്ട് അവള് വീണ്ടും നോർമൽ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മുടെ സാറയുടെ ബോധം നഷ്ടപ്പെട്ട് അവള് നേരെ താഴേക്ക് വീഴാണ്. അവള് പറയുന്നുണ്ട് വില്യമായിരുന്നു അന്ന് അമ്മയുടെ അടുത്തുണ്ടായിരുന്നത്, ഞാൻ കണ്ടതാണെന്ന് ഇങ്ങനെ പറയുന്നതും പെട്ടെന്ന് അവളുടെ ബോധം നഷ്ടപ്പെട്ട് താഴേക്ക് വന്ന് വീഴുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ സാറയെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും അവിടെ നിന്ന് ജോസഫിനോട് വിളിച്ച് പറയുന്നുണ്ട്, ജോസഫ് നിങ്ങളുടെ സഹോദരി 3 മാസം പ്രഗ്നന്റ് ആണെന്ന്, അതുകൊണ്ടാണ് അവളുടെ ബോധം നഷ്ടപ്പെട്ട് താഴേക്ക് വീണത്. അതുകൊണ്ട് തന്നെ ഇനിയും അവൾക്ക് കൂടുതൽ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ കൊടുക്കരുത്, അത് കുഞ്ഞിനെയും അവളെയും നല്ലതുപോലെ ബാധിക്കും. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ വില്യമിനെ കാണിക്കുമ്പോഴത്തേക്കാണ് വില്യം ഇപ്പോ നമ്മുടെ സാറയെ കൊല്ലാനായിട്ട് ഒരുത്തം പുറകെ പോയല്ലോ, അത് വില്യമിന്റെ ആ ഒരു സഹായിയായിരുന്നു. അങ്ങനെ വില്യമാണെങ്കിൽ ഈ ഒരു കാര്യം അറിഞ്ഞതിന് ശേഷം അവനെ പിടിച്ച് വെള്ളത്തിലേക്ക് മുക്കിയിട്ട് നീ എന്റെ കുടുംബത്തിൽ കയറി എന്റെ സഹോദരിയെ കൊല്ലാനായിട്ട് ശ്രമിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഞാൻ ഇതെല്ലാം നിനക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്, ആ ഒരു സത്യം ആരും അറിയാതിരിക്കാൻ വേണ്ടി. പക്ഷെ അത് നിന്റെ സഹോദരിയാണെന്ന് എനിക്ക് ഒരിക്കലും അറിയത്തില്ലായിരുന്നു. പക്ഷെ എന്തൊക്കെ ചെയ്താലും അതൊരിക്കലും മറച്ചു വെക്കാൻ കഴിയത്തില്ല എന്നിങ്ങനെ പറഞ്ഞ് അവൻ എഴുന്നേറ്റ് പോകുമ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ജോസഫ് സാറയെ കൂട്ടി തിരിച്ചു വരുന്ന സമയത്താണ് സാറ് പറയുന്നത് അമ്മയെ കൊന്നത് എന്തായാലും വില്ലായിരിക്കും, കാരണം എന്റെ ഓർമ്മയിൽ എപ്പോഴും ഞാൻ കാണുന്നത് വില്ലിനെയാണ്, അമ്മയുടെ അരികിലെ എപ്പോഴും സഹോദരൻ വില്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ജോസഫ് പറയും സാറാ നിന്റെ ഓർമ്മയ്ക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്, ഒരിക്കലും നമ്മുടെ വില്യമിനെ ഒരു കൊലയാളിയാക്കാനായിട്ട് കഴിയത്തില്ല, നമ്മുടെ അമ്മയുടെ മരണം ഒരിക്കലും ഒരു കൊലപാതകമല്ല എന്നിങ്ങനെ പറയുമ്പോൾ സാറ് പറയും അങ്ങനെയല്ല, വില്ല് കീത്ത് ആരോൺ ഇവര് 3 പേര് എന്നിൽ നിന്ന് എന്തോ ഒരു കാര്യം മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും ജോസഫ് പറയും സാറാ നീ ഇപ്പൊ ഒരു പ്രഗ്നന്റ് ആയതുകൊണ്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിനക്കുണ്ടാവും, അത് കാരണം നിനക്ക് തോന്നുന്നതാണെന്ന് പറയുമ്പോൾ സാറ് പെട്ടെന്ന് പറയും അങ്ങനെയാണെങ്കിൽ നീയും അതിൽ പങ്കാളിയാണ് എന്നും പറഞ്ഞ് അവള് പെട്ടെന്ന് കാർ വിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ജോസഫ് പുറകെ പോയി വിളിക്കുന്നുണ്ട്. അപ്പോൾ സാറ് പറയും സത്യത്തിൽ നിങ്ങളെ ആരെയും സംശയിക്കാനായിട്ട് എനിക്ക് ഒരു ആഗ്രഹമില്ലായിരുന്നു, പക്ഷെ നിങ്ങളെല്ലാവരും എന്നിൽ നിന്ന് എന്തോ ഒരു കാര്യം മറയ്ക്കുന്നുണ്ട്. അപ്പോൾ ജോസഫ് പറയും നമ്മുടെ അമ്മ മരിക്കുന്ന സമയത്ത് ഞങ്ങൾ ആരും ഒരിക്കലും അമ്മയുടെ അടുത്ത് ഇല്ലായിരുന്നു എന്നും പറഞ്ഞിട്ട് അവളെ കാറിലേക്ക് കയറ്റാനായിട്ട് വരുമ്പോൾ സാറ് വീണ്ടും പെട്ടെന്ന് കാറിൽ നിന്ന് ബാഗ് കൊടുത്തിട്ട് ഇല്ല ഞാൻ അത് വിശ്വസിക്കത്തില്ല, അമ്മ മരിക്കുന്ന സമയത്തുള്ള കാര്യങ്ങൾ എനിക്കൊന്നും ഓർമ്മയില്ല, അമ്മ മരിക്കുന്ന ആ ഒരു സമയത്ത് എനിക്ക് ഒരു കാര്യങ്ങളും ഓർമ്മയില്ല, പക്ഷെ എനിക്ക് അറിയണം മരിക്കുന്നതിന് മുന്നേ അമ്മ എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന്. എന്നിട്ട് മതി ബാക്കിയല്ല എന്ന് പറഞ്ഞിട്ട് സാർ അവിടുന്ന് നടന്നിങ്ങനെ പോവാണ് ഒറ്റയ്ക്ക്. അവൾ നല്ല രീതിയിൽ വിഷമിച്ച് അങ്ങനെ നടന്നു പോകുമ്പോൾ വീണ്ടും അവളുടെ ബോധം നഷ്ടപ്പെടുന്ന പോലെ തലയെല്ലാം ചുറ്റിയിട്ട് താഴേക്ക് വീഴാണ്ട് വരുമ്പോൾ അതിനു മുന്നേ ആരോണുണ്ടല്ലോ ആ ഒരു പോലീസുകാരൻ, അവൻ വന്ന് സാറയെ പിടിക്കാണ്. സാറാ നീ എന്താ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്നേ എന്നും പറഞ്ഞ് അവളെയും വിളിച്ച് ഇങ്ങനെ നടന്നു പോകുന്നതും അവൾ പെട്ടെന്ന് സിഗരറ്റ് എടുത്ത് വലിക്കാനായിട്ട് വരുമ്പോൾ നീ എന്ന് മുതൽ ഇതെല്ലാം തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് ആ ഒരു സിഗരറ്റ് പിടിച്ചു വാങ്ങുന്ന സമയത്താണ് അവന്റെ കയ്യില് ഒരു ചെയിൻ ഇങ്ങനെ കിടക്കുന്നത് കാണുന്നത്. ഇത് കാണുമ്പോൾ സാറ് പെട്ടെന്ന് അവള് വില്യമിന്റെ പുറകെ ഫോളോ ചെയ്തിട്ട് ഒരിടത്ത് ഒളിച്ചു നിൽക്കുന്ന സമയം നമ്മുടെ ആരോൺ പുറകിലൂടെ വന്ന് അവളുടെ മുഖം അങ്ങനെ മൂടിയിരുന്നല്ലോ. ആ ഒരു സമയത്ത് അത് ആരാണെന്ന് അവൾക്ക് ഓർമ്മയില്ലായിരുന്നു. പക്ഷെ ഇത് കാണുമ്പോൾ അവൾക്ക് ഓർമ്മ വന്നു അത് ചെയ്തത് ആരോണാണെന്ന്. അപ്പൊ അവൾക്ക് മനസ്സിലായെന്ന് ആരോണിനും മനസ്സിലായി. അപ്പൊ അന്ന് നടന്നത് എന്തായാലും അവൾ സ്വപ്നം കണ്ടതല്ല, അത് റിയൽ ആയിട്ട് നടന്ന കാര്യമാണ്. പക്ഷെ ഈ ഒരു കാര്യം അവരെ സ്വപ്നമാണെന്ന് വരുത്തി തീർത്ത് ഇവളിൽ നിന്ന് മറച്ചത് എന്തിനാണെന്ന് മാത്രം അവൾക്ക് അറിയത്തില്ല. അങ്ങനെ ആ ഒരു ദേഷ്യം കാരണം സാർ അവിടെ നിന്ന് പുറകിലേക്ക് നടക്കുമ്പോൾ ആരോൺ പുറകെ വന്നിട്ട് സാർ അവിടെ നിൽക്ക്, ഞാൻ പറയുന്നത് കേൾക്ക്, എനിക്ക് ഈ ഒരു കാര്യം നിന്നോട് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ, അവരെ കൊണ്ട് നിനക്കൊരു ദോഷം ഉണ്ടാകത്തില്ല, വില്യമും ജോസഫും. അപ്പോൾ സാറ് ചോദിക്കും അമ്മ മരിക്കുന്ന സമയത്ത് അമ്മ ആരെങ്കിലും ഉപദ്രവിച്ചിരുന്നു? നിങ്ങളെല്ലാവരും എന്നിൽ നിന്ന് എന്തോ കാര്യം മറയ്ക്കുന്നുണ്ട്, കാരണം വില്യം എന്നെ കൊല്ലാനായിട്ട് ആളെ വിട്ടു, നീയാണ് അന്ന് എന്റെ പുറകിലൂടെ വന്ന് എന്റെ മുഖം മൂടിയത് എന്നെല്ലാം പറയുമ്പോഴത്തേക്ക് ആരോൺ പറയും സാറാ ഞാൻ പറയുന്നത് കേൾക്ക്, നീ വിചാരിക്കുന്നത് പോലെ ഒന്നും നടന്നിട്ടില്ല, വില്യം ഒരിക്കലും നിന്നെ ഉപദ്രവിക്കത്തില്ല, അതെനിക്ക് നല്ലതുപോലെ തന്നെ അറിയാം. പിന്നെ 15 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ആ ഒരു കാര്യം അതിനെപ്പറ്റി നീ ആലോചിക്കുകയേ വേണ്ട, ആ ഒരു കാര്യമെല്ലാം മറന്നേക്ക്. അന്ന് കേസ് അന്വേഷിച്ചപ്പോൾ അത് സ്വാഭാവിക മരണമായിട്ടാണ് പോലീസുകാരും പറഞ്ഞത്, പിന്നെ അതിനെപ്പറ്റി എന്തിനാ കൂടുതൽ ആലോചിക്കുന്നത് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഇപ്പൊ എന്ത് വിശ്വസിക്കണമെന്ന് സാറയ്ക്ക് അറിയത്തില്ല. അവളാണെങ്കിലും അവിടെ എങ്ങനെ ഇരുന്നിട്ട് അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ സാറയും അവളുടെ ഭർത്താവും കൂടി ചേർന്ന് ആ ഒരു അൽഷിമേഴ്സ് ബാധിച്ച ആ ഒരു മുത്തശ്ശി ഉണ്ടല്ലോ ഇവരുടെ പഴയ വീട്ടിലെ അടുത്ത് താമസിക്കുന്ന ആ ഒരു മുത്തശ്ശിയെ കാണാനായിട്ട് വരികയാണ്. എന്നിട്ട് സാറ് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മുത്തശ്ശി ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല വന്നത്, ജോസഫിനെ പറ്റി ചോദിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ അവർ പറയും
ആ അതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ ജോസഫിനെ പറ്റി പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അവരുടെ മുഖം പെട്ടെന്ന് മാറി. അവരന്ന് കണ്ട ഒരു കാര്യം ഇങ്ങനെ പറയാണ്. ജോസഫും വില്യമും നല്ല രീതിയിൽ വഴക്കുണ്ടാക്കുന്നു. ജോസഫ് വില്യമിനോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നീ ചൂതാട്ടത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പണം ചിലവഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അമ്മയ്ക്കുള്ള പണം എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിക്കുമ്പോൾ വില്യം പറയും, ഞാൻ ചൂതാട്ടം ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് എന്നെല്ലാം പറഞ്ഞ് നല്ലതുപോലെ ഇവർ രണ്ടുപേരും വഴക്കിടാണ്. ആ ഒരു കാര്യം അവർ ലേഡി കണ്ടു. അത് കഴിഞ്ഞ ഒരു ദിവസം ജോസഫ് അവരുടെ അമ്മയ്ക്ക് ആഹാരം കൊടുക്കുന്ന സമയത്ത് അവരമ്മയാണെങ്കിൽ ഒട്ടും കഴിക്കുന്നില്ല. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അമ്മ മരുന്ന് കഴിക്കണം, ഇത് കഴിക്കാൻ പറയുമ്പോൾ അവർ പെടുന്ന ആ ഒരു ഫുഡ് തട്ടിക്കളയുമ്പോൾ ജോസഫ് വീട്ടിൽ നിന്ന് എഴുന്നേറ്റിട്ട്, ഇതെന്താണ് നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത്? ഞാൻ ജോലിക്ക് പോകുമ്പോൾ അവിടെ ഒരുപാട് ബുദ്ധിമുട്ട്, ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്മ ഇങ്ങനെയാണ് പെരുമാറുന്നത്, പിന്നെ അമ്മയ്ക്ക് എന്താ വേണ്ടേ എന്ന് പറയുമ്പോൾ അവന്റെ അമ്മ കരയുന്നതും കരയാൻ പോകുന്നു. എന്തിനാ നിങ്ങൾ കരയുന്നതെന്നെല്ലാം ചോദിച്ച് അവൻ ഒരുപാട് വഴക്ക് പറയാണ് ദേഷ്യപ്പെട്ട്. ഈ ഒരു കാര്യവും ആ ഒരു വയസ്സായുള്ള സ്ത്രീ കണ്ടിരുന്നു. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ സാറയോട് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഇവിടെ നമ്മുടെ വില്യം, ആരോൺ, ജോസഫ് ഇവർ മൂന്നുപേര് സാറയെ പറ്റി ഇങ്ങനെ സംസാരിക്കുകയാണ്. അവൾ 3 മാസം ഗർഭിണിയാണ്. കഴിഞ്ഞ തവണയാണെങ്കിൽ അവൾ ബോധം കെട്ട് വീഴുകയും ചെയ്തു. അതുപോലെ നീ അവളെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ടും അവൾക്ക് എന്തുകൊണ്ടാണ് ഈ പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നത്? എന്തായാലും നമുക്ക് ഈ ഒരു രഹസ്യം സൂക്ഷിച്ചേ പറ്റൂ എന്ന് പറയുമ്പോൾ ജോസഫ് പറയും, എന്തുകൊണ്ട് അവൾ ഇങ്ങനെ ആയതെന്നറിയോ? അപ്പോൾ വില്യം പറയും, അന്ന് രാത്രി എന്താണ് സംഭവിച്ചതെന്ന് ഒരിക്കലും അവൾ അറിയാൻ പാടില്ല. അതാണിപ്പോൾ നമുക്ക് പ്രധാനം. കാരണം അവൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവൾ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല. അതാണ് പ്രധാനം എന്ന് പറയുമ്പോൾ ജോസഫ് പറയും, ഞാൻ പറഞ്ഞത് അതല്ല. ആ ഒരു സമയത്തിന് ശേഷം നമ്മൾ രണ്ടുപേരും അവളെ ഉപേക്ഷിക്കുകയായിരുന്നു ഒരു വിധത്തിൽ, അങ്ങനെയാണ് പറയേണ്ടത് എന്ന് പറയുമ്പോഴത്തേക്കാണ് ആരോൺ പറയുന്നത്, വില്യം അവൻ പറഞ്ഞത് ശരിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇവരുടെ അമ്മയുടെ മരണത്തിന് ശേഷം സാറയ്ക്ക് എന്തോ ഒരു ആക്സിഡന്റ് സംഭവിച്ച അവളുടെ ഓർമ്മ നഷ്ടപ്പെട്ടല്ലോ. അതിനുശേഷം അവളെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇവർ വിദേശത്തേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ അവളുടെ കുട്ടിക്കാലം മുഴുവൻ അവൾ ഒറ്റയ്ക്ക് വിദേശത്ത് നിന്ന് പഠിക്കുമായിരുന്നു. വലുതായതിനു ശേഷമാണ് അവൾ തിരിച്ചു വന്നത്. അതും പഴയ കാര്യങ്ങളെല്ലാം മറക്കാൻ വേണ്ടിയിട്ടാണ് ജോസഫ് അവളെ വിദേശത്തേക്ക് പറഞ്ഞു വിട്ടത്. അപ്പോൾ വില്യം പറയും, നീ പറഞ്ഞത് ശരിയാണ്, നമ്മുടെ സഹോദരിയെ നീ നമ്മളിൽ നിന്ന് പറഞ്ഞു വിടുമായിരുന്നു. നിനക്ക് അവളോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും നീ അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. അതെന്തുകൊണ്ടാണെന്നറിയോ ജോസഫ്? നമ്മൾ രണ്ടുപേരും ഒരേ അമ്മയിൽ നിന്നുള്ളവരല്ല എന്നിങ്ങനെ പറയുന്നത് മടുത്തൊരു ടെസ്റ്റ്. എന്താണെന്ന് വെച്ചാല് നമ്മുടെ ജോസഫ് ഇവരുടെ അമ്മയുടെ മകനല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാറയും വില്യവും മാത്രമാണ് ആ ഒരു അമ്മയുടെ മക്കള്. ജോസഫ് ഇവരുടെ അച്ഛന്റെ മറ്റൊരു ഭാര്യയിലുണ്ടായിരുന്ന കുട്ടിയാണ്. അങ്ങനെ ഈ ഒരു കാര്യമെല്ലാം പറയുന്നത് നമ്മുടെ ജോസഫിന് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് വില്യമിന്റെ കഴുത്തിലേക്ക് പിടിച്ച് അത് കഴിഞ്ഞ് അവൻ പറയുന്നുണ്ട്, അതെ നീ പറഞ്ഞത് ശരിയാണ്, പക്ഷെ എനിക്ക് അവളോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, അവൾ ഒരു കാര്യവും മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. 15 വർഷം നമ്മളിൽ നിന്ന് അവള് അകന്ന് നിൽക്കുമായിരുന്നു. സഹോദരങ്ങളുടെ ഒരു സ്നേഹം അവൾക്ക് ഒരിക്കലും കിട്ടിയില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഇവര് വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജോസഫ് ആണെങ്കിൽ അവനൊരു കാസറ്റ് മാത്രം എടുത്ത് മാറ്റി വെച്ചിരുന്നല്ലോ. ആ ഒരു കാസറ്റ് ജോസഫിന്റെ കയ്യിൽ തന്നെയുണ്ട്. അതൊരിക്കലും നമ്മുടെ സാറ് കേട്ടിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാറയാണെങ്കിലും വില്യമിനോട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അവർ ഒളിപ്പിച്ച ആ ഒരു കാര്യം എന്താണെന്ന് ഇപ്പോഴും സാറയോട് പറയുന്നില്ല. കാരണം അവൾ പ്രഗ്നന്റ് ആയതുകൊണ്ടാണ്. ആ ഒരു സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവൾക്ക് അത് താങ്ങാൻ കഴിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ വീണ്ടും നമ്മുടെ സാറ് ഹോസ്പിറ്റലായി. അങ്ങനെ ഇവരെല്ലാവരും അവളെ കാണാനായിട്ട് വരുന്ന സമയത്ത് ആ ഒരു ഡോക്ടർ പറയുന്ന കാര്യമുണ്ട്, കുഞ്ഞിന്റെ ഹൃദയമെടുപ്പ് ഇപ്പൊ സ്ഥിരമല്ല. അതുപോലെ നിങ്ങളുടെ സഹോദരിയുടെ ശാരീരികാവസ്ഥ അത് വളരെ മോശമാണ്. മാനസികമായിട്ട് ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിൽ അമ്മയുടെയും കുഞ്ഞിന്റെ ജീവനെ ഒരേപോലെ അത് ബാധിക്കും. അവരെ രണ്ടുപേരെ നഷ്ടപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സഹോദരിക്ക് ഇനി ഒരു ബുദ്ധിമുട്ടും നിങ്ങൾ ഉണ്ടാക്കരുത്. അവളെ നല്ലതുപോലെ നോക്കണമെന്നെല്ലാം പറഞ്ഞ ആ ഒരു ഡോക്ടർ അവിടെ നിന്ന് പോകുമ്പോൾ ഇപ്പോൾ നമ്മുടെ ആരോൺ, ജോസഫ്, വില്യം ഇവർക്ക് 3 പേർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം അവരുടെ സഹോദരിയുടെ ജീവൻ ഒരിക്കലും നഷ്ടപ്പെടരുത്. ആ ഒരു രീതിയിൽ നമ്മുടെ വില്യം ഇപ്പോൾ എന്തോ ഒരു തീരുമാനം ഇങ്ങനെ എടുക്കുകയാണ്. അങ്ങനെ ഇവര് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്താണ് ടിവിയിലൊരു ന്യൂസ് കാണിക്കുന്നു. വേറെ ഒന്നുമല്ല, വില്യം ഉണ്ടല്ലോ അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് 3 കൊലപാതകങ്ങൾ ഉൾപ്പെടെ 15 വർഷങ്ങൾക്ക് മുന്നേ തന്റെ അമ്മയെ കൊന്നത് താനാണെന്ന് സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വില്യമിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അതേസമയം ജോസഫിന്റെ മകളാണെങ്കിൽ ഇവരോടൊപ്പം ഉണ്ട്. അത് അങ്കിളല്ലേ, വീട്ടിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോ അച്ഛനും എന്നോട് വിചിത്രമായിട്ട് പെരുമാറുമായിരുന്നു. അതുമല്ലാതെ നമ്മുടെ വീടിന് വെളിയിലായിട്ട് ഒരുപാട് റിപ്പോർട്ടർമാരും ഉണ്ടായിരുന്നു എന്ന് അവൾ ഇങ്ങനെ പറയുന്നതും ഇവിടെ ജോസഫിന്റെ വീട്ടിൽ വെളിയിൽ കാണിക്കുമ്പോഴത്തേക്കും ഒരുപാട് റിപ്പോർട്ടർമാർ വന്നിട്ട് നിങ്ങളുടെ സഹോദരൻ ചെയ്ത ആ ഒരു തെറ്റിന്റെ പേരിൽ അവനെ നിങ്ങൾ വെറുക്കുന്നുണ്ടോ എന്നെല്ലാം എല്ലാവരും ചോദിക്കുമ്പോൾ നമ്മുടെ സാറയായാലും നേരെ അവിടേക്ക് വന്നിട്ട് ജോസഫിനെ വിളിച്ച് നേരെ അകത്തേക്ക് പോയിട്ടാണ് അവൾ ചോദിക്കുന്നത്, സത്യം പറ ഇവിടെ എന്താ നടക്കുന്നേ എന്നിങ്ങനെ ചോദിക്കുന്നതും ജോസഫ് ആണെങ്കിൽ അവളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് സത്യം ഉടനെ തന്നെ തെളിയും എന്നും പറഞ്ഞിട്ട് അവളെ വീണ്ടും ഹിപ്നോട്ടൈസ് ചെയ്ത് സാറയോട് ഇപ്പൊ സത്യം പറയാണ്. അന്ന് രാത്രി എന്താ നടന്നെന്നറിയോ? അമ്മയുടെ കഴുത്ത് ഞെരിക്കുന്ന ആ 2 കൈകൾ നീ കണ്ടില്ലേ? സത്യത്തില് അത് എന്റെ കൈകളായിരുന്നു എന്നിങ്ങനെ പറയുന്നതും ഇപ്പോഴാണ് സത്യങ്ങളെല്ലാം ഓരോന്നായിട്ട് പുറത്തു വരുന്നത്. നമ്മുടെ വില്യമല്ല, ജോസഫാണ് അവന്റെ അമ്മയെ കൊന്നത്. അതും അവരുടെ അമ്മയുടെ ആ ഒരു ബുദ്ധിമുട്ട് കാരണം അതൊരു ഭാരമായി തോന്നിയതുകൊണ്ട്. അതേപോലെ തന്നെ നിന്നെ അന്ന് താഴേക്ക് തള്ളിയിട്ടത് ഞാനായിരുന്നു. അതിനുശേഷമാണ് നിന്റെ ഓർമ്മ നഷ്ടപ്പെട്ടത്. പിന്നീട് അമ്മയെ കൊന്നത് ഞാനാണെന്നുള്ള സത്യം നിന്നോട് പറയാനായിട്ട് എനിക്ക് ഒരിക്കലും ധൈര്യമില്ലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് വിദേശത്തേക്ക് നിന്നെ പഠിക്കാനായിട്ട് ഞാൻ പറഞ്ഞു വിട്ടത്. പിന്നീട് ഞങ്ങൾ 3 പേരും കൂടി ചേർന്ന് നിന്നിൽ നിന്ന് ആ ഒരു സത്യങ്ങളെല്ലാം മറച്ചു വെക്കുകയായിരുന്നു എന്നുള്ള എല്ലാ സത്യങ്ങളും ജോസഫ് ഇപ്പോൾ പറഞ്ഞിട്ട് നേരെ വെളിയിലേക്ക് വന്ന ആ ഒരു റിപ്പോർട്ടേഴ്സിനോട് പറയും, ഞാനിപ്പോൾ എന്റെ കുറ്റം ഏറ്റു പറയാണ്. 15 വർഷങ്ങൾക്ക് മുന്നേ എന്റെ അമ്മയെ കൊന്നത് എന്റെ സഹോദരനല്ല, അത് ഞാനാണ്. ഇത്രയും വർഷം ഞാൻ അതെല്ലാം മറച്ചു വെക്കുകയായിരുന്നു എന്റെ സഹോദരിയിൽ നിന്നും. അവളുടെ ഓർമ്മകളിൽ നിന്ന് അത് ഇല്ലാതാക്കാൻ വേണ്ടി അവളെ ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്യുമായിരുന്നു.
എന്നെല്ലാം ഒരു കുറ്റസമ്മതം ജോസഫ് നടത്തിയതിനു ശേഷം ഇപ്പൊ ആരോണിനെ കാണിക്കുമ്പോഴത്തേക്കും അവൻ ഇവരുടെ ഒരു സഹോദരനായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇത്രയും വർഷം ഈ ഒരു സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും അവരെ കേസിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി അത് ഒളിപ്പിച്ചു വെച്ചതിന് ആരോണിനെ സസ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ TV ന്യൂസിലൂടെ എല്ലാം പറയുന്നുണ്ട് പ്രശസ്തനായിട്ടുള്ള പ്രൊഫസർ ജോസഫും അവന്റെ സഹോദരൻ ബിസിനസ്സുകാരനായിട്ടുള്ള വില്യമും ചേർന്നിട്ടാണ് അവരുടെ അമ്മയെ കൊന്നത് എന്നുള്ള കുറ്റസമ്മതം ഇപ്പോൾ രണ്ടുപേരും നടത്തിയിട്ടുണ്ട്. അത് ഈ ഒരു കാര്യം സ്വന്തം സഹോദരി അറിയാതിരിക്കാൻ വേണ്ടി ഹിപ്നോട്ടൈസ് ചെയ്ത് അവളുടെ ഓർമ്മകളെല്ലാം മാറ്റാനായിട്ട് ജോസഫ് ശ്രമിക്കുകയും ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം TV ന്യൂസിലൂടെ പറയുമ്പോൾ നമ്മുടെ വില്യമാണെങ്കിലും ജയിലിൽ ഇരുന്നിട്ട് നല്ലതുപോലെ കരയാണ്. ജോസഫ് ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞ് രണ്ടുപേരും കുറ്റസമ്മതം നടത്തുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ വില്യമും ജോസഫും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. ഇവരുടെ അച്ഛൻ വാങ്ങിക്കൂട്ടി അവർ കടം തീർക്കാൻ വേണ്ടി ഇവർക്ക് വേറെ വഴിയില്ലായിരുന്നു. വയ്യാതെ കിടക്കുന്ന അമ്മ, അതെല്ലാം അവരുടെ ആ ഒരു ചെറുപ്പകാലത്ത് അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾക്ക് പണം കൊടുക്കാൻ വേണ്ടി രണ്ടുപേരും താഴേക്ക് ഇറങ്ങി ചെന്നതിന് ശേഷം ജോസഫ് പറയും ഞാനാണ് ആദ്യം മുറിയിലേക്ക് വന്നത്, എന്നിട്ട് വേറെ വഴിയില്ലാതെ ഞാൻ ആ ഒരു കുറ്റം ചെയ്യുമായിരുന്നു, എന്റെ അമ്മയെ ഞാനാണ് കൊന്നത് എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ വില്യം പറയും അന്ന് അയാൾക്ക് പണം കൊടുക്കാനായിട്ട് താഴേക്ക് ഇറങ്ങി പോയതിനു ശേഷം ഞാൻ മുകളിലേക്ക് വന്ന് എന്റെ അമ്മയോട് ക്ഷമ പറഞ്ഞ് ഇനി ഒരിക്കലും നിങ്ങളെ സഹിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് എന്റെ അമ്മയെ കൊന്നത് ഞാനാണ് എന്ന് വില്യമും പറയാണ്. ഇപ്പോൾ രണ്ടുപേരും അവരവരാണ് കൊന്നതെന്ന് പരസ്പരം ഇങ്ങനെ പറയുമ്പോൾ ഇതിലാരാണ് അവരുടെ അമ്മയെ കൊന്നതെന്ന് ഇപ്പൊ ആർക്കും മനസ്സിലാവുന്നില്ല. കാരണം രണ്ടുപേരും പറയുന്നു അവർ രണ്ടുപേരാണ് കൊന്നതെന്ന്. അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആരോണും അവന്റെ അസിസ്റ്റന്റും ഇരുന്നിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു അസിസ്റ്റന്റ് പറയുന്നത് വില്യം ഒരിക്കലും ആ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അവന്റെ സഹോദരൻ ജോസഫ് ഈ ഒരു കാര്യം ചെയ്തു എന്ന് സമ്മതിക്കുമ്പോൾ ഇപ്പോൾ രണ്ടുപേരും എന്തിനാണ് കുറ്റസമ്മതം നടത്തിയത് എനിക്കിപ്പോഴും അറിയുന്നില്ല എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ആരോണാണെങ്കിലും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം അവനും ആ ഒരു സത്യം അറിയാം. കാരണം അവനും അറിയാലോ സത്യം എന്താണെന്ന്. അതേസമയം ഇവിടെ സാറയെ കാണിക്കുമ്പോൾ സാറ ഇപ്പോ ജോസഫിന്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കാണ് അവിടുന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ ജോസഫ് ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ ഒരു ക്യാസറ്റ് ഉണ്ടല്ലോ അത് അവൾക്ക് കിട്ടുകയാണ്. അങ്ങനെ അതെടുത്ത് ഇങ്ങനെ പ്ലേ ചെയ്ത് കേൾക്കുന്നതും അതിൽ നമ്മുടെ സാറ അവളുടെ അമ്മയുടെ അടുത്തിരുന്ന് കരയുന്ന ആ ഒരു ശബ്ദമാണ് കേൾക്കുന്നത്. അതേസമയം പെട്ടെന്ന് അതിനകത്തേക്ക് ആരോൺ കയറി വന്നിട്ട് സാറയോട് പറയും ഞാൻ ഒരിക്കലും നിങ്ങളുടെ രക്തബന്ധമല്ല, പക്ഷെ നിങ്ങളെല്ലാവരും എന്റെ സഹോദരങ്ങളായിട്ടാണ് ഞാൻ ഇത്രയും നാൾ കണ്ടിരുന്നത്. നിങ്ങൾക്ക് 3 പേർക്കും ഒരു മോശമായിട്ടുള്ള കാര്യവും സംഭവിക്കാനായിട്ട് ഞാൻ ഒരിക്കലും അനുവദിക്കത്തില്ല. അതുകൊണ്ട് തന്നെ സാറ ഞാൻ നിന്നോട് ഒരിക്കലും സത്യം പറഞ്ഞിരുന്നില്ല, കാരണം ഞാൻ അവർക്ക് കൊടുത്ത വാക്കാണത്. പക്ഷെ ഇപ്പോ ആ ഒരു സത്യം എന്താണെന്ന് ഞാൻ നിന്നോട് പറയാൻ പോവാണ്. അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിനക്ക് ക്രൂരമായിട്ട് തോന്നിയേക്കാം. എന്തായാലും നീ ആ ഒരു റെക്കോർഡർ അതൊന്ന് കേട്ടു നോക്ക് എന്നിങ്ങനെ പറയുമ്പോൾ ആ ഒരു ക്യാസറ്റ് ഇട്ട് അതിലെ റെക്കോർഡ് എന്താണെന്ന് ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്കാണ് സാറ അവളുടെ അമ്മയുടെ അടുത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. അന്നത്തെ ദിവസമാണെങ്കിൽ ജോസഫ് സാറയോടൊപ്പം തന്നെയുണ്ട്. ഇവര് വീട്ടിലിരുന്ന് ആഹാരം എല്ലാം കഴിക്കുമ്പോൾ സാർ ചോദിക്കുന്നുണ്ട് വില്യം എന്തി എന്ന് ചോദിക്കുമ്പോൾ അവനിപ്പോ ചൂതാട്ടം ചെയ്യാനായിട്ട് എവിടെയെങ്കിലും ഉണ്ടാവും എന്നെല്ലാം പറയുന്ന സമയത്ത് പെട്ടെന്ന് വില്യം അകത്തേക്ക് കയറി വരുന്നു. അപ്പോൾ ജോസഫ് ചോദിക്കുന്നുണ്ട് ഇത്ര നേരം നീ എവിടെയായിരുന്നു എന്നെല്ലാം ചോദിച്ചിട്ട് അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് താഴെ ഇവർക്ക് കടം കൊടുത്ത ആ ഒരാളുണ്ടല്ലോ അയാൾ വന്ന് ഇവരെ രണ്ടുപേരെയും വിളിക്കുമ്പോൾ ജോസഫും വില്യമും നേരെ താഴേക്ക് പോകും. ആ ഒരു സമയത്ത് നമ്മുടെ സാറയാണ് അവളുടെ അമ്മയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു അമ്മ സാറയോട് പറയുന്നുണ്ട് സാറ നീ എന്നെ സഹായിക്കേ, ദയവ് ചെയ്ത് നീ എന്നെ സഹായിക്കണമെന്ന് പറയുമ്പോൾ സാറ് പറയുന്നുണ്ട് ഇല്ല അമ്മ കുഴപ്പമില്ല, ഒരു കുഴപ്പം സംഭവിക്കില്ല എന്ന് പറയുന്നതും സാറയുടെ അമ്മ പറയുന്നുണ്ട് ഇല്ല നിങ്ങളുടെ സഹോദരങ്ങള് അവർക്ക് എന്തായാലും എന്നെ നോക്കാൻ കഴിയത്തില്ല, അവരെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുത്, എനിക്ക് ഇനി അധികകാലം ജീവിക്കാനൊന്നും കഴിയത്തില്ല എന്നും പറഞ്ഞ് സാറയുടെ കൈ പിടിച്ചിട്ട് അങ്ങനെ അവളുടെ അമ്മയുടെ കഴുത്തിലേക്ക് വെച്ച് ഈ ശ്വാസം വിടുന്ന ഒരു ട്യൂബ് ഇട്ടിട്ടുണ്ട് കഴുത്തിലൂടെ. അത് മൂടി പിടിക്കുന്നത് നമ്മുടെ സാറയായിരുന്നു. അതും അവളുടെ അമ്മ പറഞ്ഞിട്ട് കാരണം ഈ 2 സഹോദരങ്ങള് ഒരുപാട് കടം ഇതെല്ലാം കാരണം ആ ഒരു അമ്മയ്ക്കും ഇനി തന്റെ മക്കളെ ഇട്ട് ബുദ്ധിമുട്ടിക്കാനായിട്ട് ഒരിക്കലും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കൊല്ലാനായിട്ട് സാറയോട് തന്നെ ആവശ്യപ്പെടുകയായിരുന്നു അവരുടെ അമ്മ. അപ്പൊ സത്യത്തിൽ സാറയുടെ അമ്മയെ കൊന്നത് നമ്മുടെ വില്യമും ജോസഫും അല്ല, അത് സാറ തന്നെയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അവള് പേടിച്ച് എഴുന്നേറ്റ് പുറകിലേക്ക് നടക്കുമ്പോഴത്തേക്കാണ് കാല് വഴുതി നേരെ താഴേക്ക് വീണ് തല താഴേക്ക് ഇടിച്ച് അവളുടെ ഓർമ്മകളെല്ലാം നഷ്ടപ്പെടുന്നത്. അങ്ങനെ ജോസഫും വില്യമും മുകളിലേക്ക് വന്ന് നോക്കുമ്പോൾ ഇവർക്ക് മനസ്സിലായി സാറയാണ് അവരുടെ അമ്മയെ കൊന്നതല്ല അവരുടെ അമ്മയ്ക്ക് ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് സാറയെ കൊണ്ട് അത് ചെയ്യിച്ചതാണ്. പക്ഷെ ഈ ഒരു കാര്യം വേറെ ആരും അറിയരുതെന്ന് ആ ഒരു 2 സഹോദരങ്ങളും നമ്മുടെ ജോസഫും വില്യമും അവിടെ വെച്ച് തന്നെ തീരുമാനിക്കുകയാണ്. അതേപോലെ തന്നെ ആരോണും ആ ഒരു സമയത്ത് അവരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവര് 3 പേരും തങ്ങളുടെ സഹോദരിയെ രക്ഷിക്കാൻ വേണ്ടി ആ ഒരു സത്യം ഇവര് 3 പേരായിട്ട് മറച്ചു വെച്ചു. അതുമല്ല ഇപ്പോഴാണെങ്കിൽ ഇവര് 2 പേരും സ്വയം പിടികൊടുക്കാൻ കാരണം നമ്മുടെ സാറ പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ അവസ്ഥ എന്തായിരിക്കും. ഡോക്ടർ തന്നെ പറഞ്ഞിരുന്നു ആ ഒരു കുഞ്ഞിനും അമ്മയ്ക്കും ഒരുപോലെ അത് ആപത്താണെന്ന്. അതുകൊണ്ടാണ് അവര് 2 പേരും അവരാണ് തങ്ങളുടെ അമ്മയെ കൊന്നതെന്ന് പറഞ്ഞിട്ട് ആ ഒരു കുറ്റസമ്മതം തന്നെ നടത്തിയത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ സാർ അറിഞ്ഞതിന് ശേഷം ഇപ്പൊ കോടതിയിൽ വന്നിട്ട് അവൾ ആ ഒരു സത്യം എല്ലാവരുടെയും മുന്നിൽ വെച്ച് തുറന്നു പറയാണ് അവളാണ് തന്റെ അമ്മയെ കൊന്നതെന്ന്. സത്യം പറയാലോ നമ്മൾ ഈ ഒരു മൂവി ആദ്യം മുതൽ കണ്ട് ഇവിടെ എത്തുമ്പോഴത്തേക്കും കരച്ചിൽ പിടിച്ചു നിർത്താനായിട്ട് ഒരിക്കലും കഴിയത്തില്ല. അതുമല്ല അൽഷിമേഴ്സ് ബാധിച്ച ആ ഒരു മുത്തശ്ശി അവര് കണ്ട കാര്യങ്ങൾ നമ്മുടെ സാറയോട് പറഞ്ഞിരുന്നല്ലോ.
അതെല്ലാവർക്കും ഓർമ്മയില്ലാത്തത് കൊണ്ട് തന്നെ ജോസഫ് ഒരിക്കലും അവന്റെ അമ്മയെ വഴക്ക് പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ആ ഒരു പടിയുടെ മുകളിൽ നിന്നും ജോസഫ് ഇവരുടെ അമ്മയെ തള്ളിവിട്ടതായിട്ട് ആ ഒരു സ്ത്രീ പറഞ്ഞിരുന്നു. സത്യത്തിൽ അന്ന് സംഭവിച്ചത് ജോസഫ് വീൽ ചെയറിൽ അവരുടെ അമ്മയെ വെളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്തോ ഒരു കാര്യം മറന്നിട്ട് ജോസഫ് അകത്തേക്ക് പോകുന്ന സമയത്ത് അവരുടെ അമ്മ തന്നെ സ്വയം ആ ഒരു വീൽ ചെയർ കൈകൊണ്ട് തള്ളി പടിയിൽ നിന്നും താഴേക്ക് വീഴാനായിട്ട് ശ്രമിക്കുമായിരുന്നു. പക്ഷേ ജോസഫ് അതിനു മുന്നേ വന്ന് അത് തടയുകയും ചെയ്തു. പക്ഷെ ആ ഒരു സ്ത്രീക്ക് അത് കണ്ടപ്പോൾ എന്തോ ജോസഫ് അവരെ കൊല്ലാൻ ശ്രമിച്ചതുപോലെയാണ് തോന്നിയത്. അങ്ങനെ ഇത്രയും സത്യങ്ങൾ നമ്മുടെ സാർ അവിടെ ഇരുന്ന് പറയുമ്പോൾ വില്യമും ജോസഫും അങ്ങനെ കരയാണ്. അപ്പോൾ സാറ പറയുന്നുണ്ട്, നമ്മൾ എല്ലാ ഞായറാഴ്ചയും ഒത്തുകൂടുന്നത് പോലെ ഞാനില്ലെങ്കിലും നിങ്ങൾ ഒത്തുകൂടണം, കാരണം നിങ്ങൾ രണ്ടുപേരും എന്നെ നല്ലതുപോലെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ അവൾ ആ ഒരു കുറ്റസമ്മതം നടത്തുന്നതും അവസാനം ഇവരെല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു മൂവി എന്ന് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു മൂവി ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെയും ബൈ.